ഇന്ന് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് ലേറ്റായി. അതുകൊണ്ട് തന്നെ പള്ളിയിൽ പോകാനും ലേറ്റായി. പള്ളിയിൽ ഉസ്താദ് വഴക്ക് പറയുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനും കൂടി അവരുടെ കൂടെ പോയി ഒന്ന് ഉസ്താദിനെ കണ്ട് പറയാമല്ലോ എന്ന്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഐഷയെ ചേട്ടത്തി മതിൻ്റെ അടുത്ത് നിന്ന് വിളിക്കുന്നത്. ഇന്ന് ഐഷക്കുട്ടി ചായ കുടിച്ചില്ല, ചായ കുടിക്കാതെ പിണങ്ങിയാണ് വന്നത്. അങ്ങനെ ചേട്ടത്തി അതിൻ്റെ അടുത്ത് നമുക്ക് ചായ കൊടുത്ത്, ചായ അവൾ വഴി നിന്നാണ് കുടിച്ചത്. അങ്ങനെ അവൾ മൊത്തവും കുടിച്ച് തിരിച്ച് ഗ്ലാസ്സിൽ ചേട്ടത്തി ഏൽപ്പിച്ച് അത് നോക്കി നിൽക്കുകയാണ് നമ്മുടെ ആലിക്കുട്ടി. ആലിയായും എൻ്റെ കൂടെ വന്ന് അവരെ പള്ളിയിൽ കൊണ്ടാക്കാൻ വേണ്ടി. ഇത് നമ്മുടെ ഹാഫിസാണ്. ഹാഫിസിൻ്റെ കൈ നിങ്ങളൊക്കെ കണ്ടു, ഒരു മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നു. അവൻ്റെ കൈ അന്നും ഇതുപോലെയായിരുന്നു. അന്ന് അവൻ സൈക്കിളിൽ നിന്ന് വീണ് പ്ലാസ്റ്റർ ഇട്ടയാണ്. അതിനുശേഷം പ്ലാസ്റ്ററൊക്കെ എടുത്ത് വീണ്ടും അവൻ സൈക്കിളെടുത്ത് ഓടിച്ചങ്ങനെ വീണ്ടും വീണ് ലാസ്റ്റ് ഓപ്പറേഷൻ കഴിഞ്ഞ് കമ്പി ഇട്ടിരിക്കുകയാണ്. ഇനി അടുത്ത മാസമൊക്കെ ആകുമ്പോൾ അത് മാറ്റുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ദാണ്ട് അവരെല്ലാവരും പള്ളി എടുക്കാറായി കേട്ടോ. എല്ലാവരും നമ്മുടെ സൈഡിലൊരു ചെറിയൊരു മതിലുണ്ട്, അതിൻ്റെ മുകളിൽ കൂടി നടന്നാണ് പോകുന്നത്. ആലിയ അടുത്തും എത്ര പറഞ്ഞാലും കേൾക്കില്ല. ആലിയായും അതിൻ്റെ മുകളിൽ കൂടി നടക്കുന്നുണ്ട്. ഫയാസാണ് ആലിയായെ കൊണ്ടുവരുന്നത്. ലാസ്റ്റ് ഫയാസ് ആലിയായി അവിടെ ഇട്ടിട്ട് ഫയാസ് ഓടുകയാണ്. കാരണം പള്ളിയിൽ ഉസ്താദ് വഴക്ക് പറയുമെന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് ഓടി പോവുകയാണ്. പള്ളി അപ്പോഴത്തേക്ക് ക്ലാസ് എല്ലാം തുടങ്ങിയിരുന്നു. അവരങ്ങനെ ക്ലാസ്സിലോട്ട് കയറിപ്പോയി. ഉസ്താദ് വഴക്കൊന്നും പറഞ്ഞില്ല കേട്ടോ. ലാസ്റ്റ് ഞാനും അലിയായിട്ട് തിരിച്ച് താണ്ട വീട്ടിലേക്ക് പോവുകയാണ്. തിരിച്ച് വീട്ടിൽ പോയപ്പോഴും അവൾ ആ മതിലിൻ്റെ മുകളിൽ കൂടി കയറിയാണ് വരുന്നത്. എത്ര പറഞ്ഞാലും അവൾ കേൾക്കില്ല. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ മറക്കല്ലേ.